എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഈ പലാസോ പാൻറ്റ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടില്ല, ഇത് ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നൈറ്റി പീസിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 290 നൈറ്റി പീസാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് അളന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയിൽ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം 2.25 മീറ്ററോളം 36 ഹിപ്പുള്ള ഒരാൾക്ക് 2.25 മീറ്ററോളം വേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ആദ്യം മടക്കി വിടാം. സാധാരണ നൈറ്റി പീസ് മടക്കി വരുന്നില്ലേ, അതേ രീതിയിൽ വേണം ഇത് മടക്കി വിടാൻ. ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് മടക്കി വന്നേക്കുന്നത്, കണ്ടോ? ഇതുപോലെയാണ് മടക്കി വന്നേക്കുന്നത്. ഇത് നമുക്ക് ഇതിനെ നീളത്തിൽ മടക്കണം, വീതിയിൽ മടക്കണം. ഇതിപ്പോൾ നീളത്തിലാണ് മടക്കിയിട്ടിരിക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് നീളത്തിൽ മടക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിവർത്തി കിട്ടതിന് ശേഷം വീതിയിൽ മടക്കണം. ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ. ആദ്യം ഇതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമ്മൾ വീതിയിൽ മടക്കിയിടണം. അതിനുശേഷം എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ എനിക്കിവിടെ ലെങ്ത് വേണ്ടത് എത്രയെന്ന് വെച്ചാൽ ഞാനൊരു 38 ഇഞ്ച് ലെങ്തുള്ള ഒരാണ് തയ്ക്കാൻ പോകുന്നത്, പലാസോയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചും കൂടെ കൂട്ടിക്കോണം. 38ൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയെടുത്തോണം. നല്ലത് മടക്കി ഇട്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് എടുത്തോണം. 38ൻ്റെ കൂടെ 38 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ കൂട്ടി എടുക്കണം. അപ്പോൾ എത്രയാവും? കാണുന്നുണ്ടോ? 38 ഇതാണ് 38. ഇതിനോട് 4 ഇഞ്ചും കൂടെ കൂട്ടി 42ലാണ് എടുക്കേണ്ടത്. കണ്ടോ, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ഇതിനനുസരിച്ച് ഈ തുണി ഇങ്ങോട്ടേക്ക് മറിച്ചിടണം. ഇവിടം വരെ മതി നമുക്ക് ഇതിൻ്റെ ലെങ്ത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മുകളിൽ നിന്ന് താഴെ വരെ എത്രയാണ് ലെങ്ത് വേണ്ടത് അതിനോട് 4 ഇഞ്ച് കൂട്ടിയെടുക്കുക. അവിടെ വെച്ച് മടക്കിയിടണം. ഞാൻ മടക്കിയിടുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് ആ മടക്കില്ലേ അവിടെ വെച്ച് മടക്കിയിടണം 4ആയിട്ട്. നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെ നിന്ന് താഴോട്ട് മടക്കിയിടണം. അപ്പോൾ ഞാൻ നല്ല വൃത്തിയോടെ മടക്കിയിട്ടതിന് ശേഷം കാണിക്കാം. ഇതാ ഞാൻ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്, അവിടെ നിന്ന് താഴോട്ട് ഇതാ മടക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതുവരെയാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കണം. ഇവിടെ മുകളിൽ നിന്നും താഴെ വരെ 42 കിട്ടുന്നുണ്ടോ? പിന്നെ ഈ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്യാം. ബാക്കി തുണി നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് 2.25 മീറ്ററോളം മതിയാവും 36 ഹിപ്പ് സൈസുള്ള ഒരാൾക്ക് തയ്ക്കുന്നതിന്. പിന്നെ ഇത് എങ്ങനെയാണ്, പിന്നെ ഞാൻ ഇത് ബാക്കി ഭാഗം ഇവിടെ എത്രയും കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നും 2 ഇഞ്ച് ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം. ഫുള്ളായിട്ട് 2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. 2 ഇഞ്ച് നിങ്ങൾക്ക് 1.5 മതിയെങ്കിൽ 1.5 മാർക്ക് ചെയ്താലും മതി. ഇനി നമുക്കിതിനെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കണം. ഉണ്ടോ, 2 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. കറക്റ്റ് 2 ഇഞ്ചുണ്ട്. ഉണ്ട്. ഇനി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ഈ ലൈനിൽ താഴോട്ടാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഇത് നമുക്ക് എക്സ്ട്രാ 2 ഇഞ്ച് ഇലാസ്റ്റിക് ഇട്ടതാണ്. ഇനി നമുക്ക് ലെങ്ത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 38ആണ്. ഞാൻ ഇവിടെ നിന്ന് 38 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇഞ്ച് ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 39 മാർക്ക് ചെയ്യണം.
ഇവിടെ കറക്റ്റായിട്ട് 39 മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ലൈൻ ചെയ്ത് വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കത്. കണ്ടോ, നമ്മൾ ഈ ലൈനിന് ശേഷമാണ് നമുക്ക് വേണ്ട അളവ് 38ആണ്. അതിനോട് 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടി 39 ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഹിപ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം. എനിക്ക് വേണ്ട ഹിപ്പെന്ന് പറയുന്നത് 36ആണ്. 36ന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര? 9 ഇട്ട് അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടണം, 14. ആ 14ആണ് നമുക്കിവിടെ മാർക്ക്. നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടേക്കുന്നുണ്ടാണ് കേട്ടോ ഈ 4 കാണുന്നത്. 36ൻ്റെ 4 പറയുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടണം. ഇനി നിങ്ങൾ 38ഓ 40ഓ ആണെങ്കിൽ അതിൻ്റെ 4 കാണും. എന്നിട്ട് അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടണം. 36 40ന് മുകളിലാണെങ്കിൽ നിങ്ങളൊരു 6 ഇഞ്ച് കൂട്ടിക്കണം. 40ന് മുകളിലുള്ളതാണെങ്കിൽ കേട്ടോ. 36ന് താഴെ ഉള്ളതാണെങ്കിൽ ഒരു 4 ഇഞ്ച് കൂട്ടിയാൽ മതിയോ? മനസ്സിലാവുന്നുണ്ട് നമുക്ക്. 36 ആണെങ്കിൽ 37 ആണെങ്കിൽ 4 കണ്ടിട്ട് അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടണം. 40ന് മുകളിലായിട്ടാണെങ്കിൽ 4 ഹിപ്പ് റൗണ്ടിന് 4 കണ്ടിട്ട് അതിൻ്റെ കൂടെ 6 ഇഞ്ച് കൂട്ടണം. 36ന് ശേഷം 34, 33, 32 ആണെങ്കിൽ അതിൻ്റെ 4 കണ്ടിട്ട് 4 ഇഞ്ച് കൂട്ടിന് മതിയോ കേട്ടോ. സൈസ് അനുസരിച്ചിട്ടാണ് ഈ ലൂസ് കൂട്ടുന്നത് കേട്ടോ. അത് നമുക്കിവിടെ 36ആണ്, 4 9ആണ്, 9 5 ഇഞ്ച് കൂടെ കൂട്ടി 14. ആ 14 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് 14 ഇഞ്ച് വരുന്നത്. ഇവിടെയാണ് 14 ഇഞ്ച് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് 14 ഇഞ്ച് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്യണം. ക്രോച്ച് ലെന്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4, അതായത് 36 4 9 അതിൻ്റെ കൂടെ 4 കൂട്ടണം. അപ്പം 14 ഇഞ്ച്. അതാണ് ഇവിടെ ക്രോച്ച് ലെന്ത്. നമ്മൾ നേരത്തെ പിന്നെ വണ്ണം കണ്ടുപിടിക്കും 36ൻ്റെ 4 കണ്ടിട്ട് 5 ഇഞ്ച് കൂട്ടി. ഇത് ക്രോച്ച് ലെന്ത് കണ്ടുപിടിക്കും 36 4 കണ്ടിട്ട് അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടണം. അപ്പോൾ എത്രയായി? 14. ഇതേപോലെ തന്നെയാണ് ക്രോച്ച് ലെന്തും കണ്ടുപിടിക്കുന്നത് കേട്ടോ. നമുക്ക് ക്രോച്ച് ലെന്ത് 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് തന്നെ ഇവിടെ ഉണ്ടാവും, നോക്കണം മാറാതിരിക്കാൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. 14 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇവിടെയും 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണവും കൂടി കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. കണ്ടു. ഇനി നമുക്കിതിനെ ഒന്ന് ലൈനാക്കി എടുക്കാം. കണ്ടു. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന വിഡ്ത്ത് എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹിപ്പ് എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെയാണ് ക്രോച്ച് ലെന്തും കണ്ടുപിടിക്കുന്നത്. 38 ആണെങ്കിൽ 4 കണ്ടിട്ട് 5 ഇഞ്ച് കൂട്ടുക ക്രോച്ച് ലെന്ത് കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ലെവൽ ഇവിടെ വണ്ണത് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് അളന്ന് നോക്കിയത്. നിങ്ങളും അത് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. ഇത് 36 സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തത്. അത് 40 സൈസൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 3 ഇഞ്ചോളം മാർക്ക് ചെയ്യണം. 36 കുറവാണെങ്കിൽ 1.5 ഇഞ്ചൊക്കെ മതിയാവും. പിന്നെ 40 ഇഞ്ച് കൂടുതലുള്ള ഹിപ്പ് റൗണ്ട് ആണെങ്കിൽ ഇവിടെ എത്ര മാർക്ക് ചെയ്യണം? 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 36 ആയതുകൊണ്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പും കൊടുക്കാം. ഒരുപാട് ഷേപ്പ് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഷേപ്പേ കൊടുക്കാവൂ കേട്ടോ. ഇതിപ്പോൾ പാൻറ് ഇടുമ്പോൾ നമുക്കവിടെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വിഡ്ത്ത് മാർക്ക് ചെയ്യണം. നമുക്ക് ഇവിടുത്തെ വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നീ ഫുൾ എടുക്കാം, അല്ലെങ്കിൽ എത്രയാണോ വേണ്ടത് അതെടുത്ത്. ഞാനിവിടെ ഒരു 15 ഇഞ്ചാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ മാർക്ക് ചെയ്ത അവിടെ തന്നെ 15 ഇഞ്ച് എടുക്കണം. ഇഞ്ചാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത്. നിങ്ങൾക്ക് 14 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ ഫുള്ളും എടുക്കാം കേട്ടോ. ഇനി എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്രോച്ച് ലെന്ത് വരച്ചില്ലേ, ഇവിടെ വരച്ചില്ലേ, കണ്ടോ, ഇവിടെ നിന്നും താഴേക്ക് മാർക്ക് ചെയ്യണം. കണ്ടോ, ഞാൻ മാർക്ക് ചെയ്തുണ്ടോ? ഇതേപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ താഴ്ഭാഗം കൂടെ ഈ തയ്യൽ തുമ്പോൾ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചാണ് ഇത് കേട്ടോ. അത് ഈ കൂടെ ചേർത്ത് മാർക്ക് ചെയ്താൽ മതി. കാരണം അര ഇഞ്ച് വെച്ച് 1 ഇഞ്ച് കൂടെ മടക്കി അടിക്കണം. എങ്കിലല്ലേ നമുക്കിവിടെ കറക്റ്റ് ലെന്ത് 38 വരെയുള്ളൂ. എലാസ്റ്റിക്കിന് 2 ഇഞ്ചും കൂടെ പോയിട്ട് നമുക്ക് 38 വേണ്ടത് കേട്ടോ. ആ 1 ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്തത് കേട്ടോ.
ഇനി നമുക്കിത് ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കും. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഇവിടെ ഓപ്പൺ ആയിക്കണം. നമുക്കത് ഫോൾഡ് ചെയ്ത സൈഡായിരുന്നു, അത് സെപ്പറേറ്റ് ആക്കിക്കണം കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം വേണം ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ. ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെതാണ് നല്ല വശം കേട്ടോ. ഇതാണ് നല്ല വശം, ഇതാണ് ഇതിൻ്റെ നല്ല വശം കണ്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ ഈ പീസ് നല്ല വശവും നമ്മൾ മറ്റേ പീസില്ലേ 2 പീസ് നമുക്ക് കിട്ടുമല്ലോ അതിൻ്റെ നല്ല വശം, ഇത് രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വച്ചതിന് ശേഷം നമ്മുടെ ഈ ക്രോച്ച് ലെന്ത് ഇല്ലേ, കാണിച്ചില്ല തിരിഞ്ഞു പോയി, ഈ ക്രോച്ച് ലെന്ത് ഇല്ലേ ഇത് നല്ല വശമാണ്, ഇത് നല്ല വശമാണ്. അതിൻ്റെ ഈ സൈഡിൽ തമ്മിൽ ഇങ്ങനെ വയ്ക്കണം. നമ്മളെ ക്രോച്ചിൻ്റെ കണ്ടോ, ക്രോച്ച് കണ്ടോ ഇവിടെ, ഇത് തമ്മിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ, എന്നിട്ട് കെട്ടിടണം. അതുപോലെ മറു സൈഡും ചെയ്യണം. ഇവിടെയും ഈ രണ്ടും കൂടെ തമ്മിൽ നമ്മൾ കണ്ടോ, ഇതാണ് ക്രോച്ച് ലെന്തിൻ്റെ എൻ്റെ ഭാഗം, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടി നിർത്തുക, ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. ഇത് 2 സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഒരു ക്രോച്ച്, ഇത് ഒരു ക്രോച്ച്. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ 2 തമ്മിൽ സെൻറ്ററിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്രോച്ചും തമ്മിൽ ഇങ്ങനെ സെൻറ്ററിൽ പിടിക്കണം കണ്ടോ. ഇപ്പോൾ നമുക്ക് പാൻറ് പോലെ ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ കണ്ടോ, ഇതുപോലെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ താഴ്ഭാഗം മടക്കി അടിച്ചിട്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ കാലില്ലേ ഇവിടെ നമ്മൾ എത്രയാണ് ഇവിടെ തയ്യൽ തുമ്പിട്ടേക്കുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് പിന്നെ 1/2 ഇഞ്ച് അങ്ങനെ മടക്കിയതിന് 2 സൈഡും മടക്കണം. മടക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ചെങ്ങാനും തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഫുള്ള് ഇത് കണക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ക്രോച്ച് തമ്മിൽ കറക്റ്റ് ലെവലിൽ തന്നെ വരണം. ഒരു പിൻ കുത്തി വെച്ചിട്ട് ചെയ്താലും മതി. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം. തിരിച്ച് അവിടെ നിന്ന് മറു സൈഡിലോട്ട് പോകണം. ഇതേപോലെ മറു സൈഡിലോട്ട് പോകണം. ഇവിടെ വരെ കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വേണം. ഇവിടെയും താഴ്ഭാഗം മടക്കി അടിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ഇടണം. ഈ സെൻറ്ററിൽ കെട്ടിടുകയും വേണം കേട്ടോ. ഈ ക്രോച്ചിൻ്റെ അവിടെ ഈ ക്രോച്ച് 2 ഒരേ ലെവലിൽ തന്നെ വരണം. ഇതിൻ്റെ ഇതും ഒരേ കണക്ക് വെക്കണം. അത് നിങ്ങൾ ഒരു പിൻ ചെയ്ത് വച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാൻ ഇത് ചെയ്തതിന് ശേഷം കാണിക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ സൈഡും കൂടി കൂട്ടിയിട്ടുണ്ട്. ഞാൻ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടേ കണ്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ അവിടെയും മടക്കി അടിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത് അത് വേണം മടക്കി അടിക്കാൻ കേട്ടോ. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് വയ്ക്കണം. ആ പണിയും കൂടെ ആകുമ്പോൾ നമുക്ക് തീരും. നിങ്ങൾക്ക് ഇലാസ്റ്റിക് വേണ്ട, കെട്ട് വേണമെന്നുള്ളവർക്ക്, വള്ളി വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ. നമുക്കിതിൽ തന്നെ ബാക്കി പീസ് കാണുമല്ലോ, അതിലൊരു വള്ളി അടിച്ചിട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കാം. ഇങ്ങനത്തെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. 1 ഇഞ്ചില്ല, 3/4 ഇഞ്ചേ ഉള്ളൂ കണ്ടോ. 3/4 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ 2 ഇഞ്ചാണ് ഇവിടെ മുകളിൽ ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം 1 ഇഞ്ച് മടക്കണം, പിന്നെ 1 ഇഞ്ച്. കാരണം 3/4 ഇഞ്ചിൻ്റെ പിന്നെ ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മളൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം മടക്കാൻ. കാരണം എങ്കിൽ ഇതകത്ത് കയറത്തുള്ളൂ. അപ്പം ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ, അളവ് തെറ്റിപ്പോയിരിക്കും. ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ എടുത്ത് മാർക്ക്. അതിന് ശേഷം പിന്നെ 1 ഇഞ്ചും കൂടെ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടി കടത്തിവിടാൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം 1 ഇഞ്ച് മടക്കുക, പിന്നെ 1 ഇഞ്ച്. 3/4 ഇഞ്ച് കറക്റ്റ് അളവ് 3/4 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ. പക്ഷേ 1/4 ഇഞ്ച് കൂടെ കൂട്ടിയിടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ കയറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം അങ്ങനെ വീതിക്ക് മടക്കിയാലും മതി കേട്ടോ. എന്തായാലും 1 ഇഞ്ച് വേണം നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടത്. 3/4 ഇഞ്ച് ഇലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്കിപ്പം 1/2 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം പിന്നെ 3/4 ഇഞ്ച് മടക്കണം. ഇവിടെ 3/4 ഇഞ്ച്, 1 ഇഞ്ച് മടക്കരുത്, 3/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ
1.25 ഇഞ്ച് 1 ഇഞ്ച് മടക്കണം കേട്ടോ. 1.25 മടക്കണം. കാരണം എക്സ്ട്രാ നമുക്ക് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ 1.25 വേണം നമുക്ക് മടക്കാൻ. 3/4 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 1, 1/2 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 3/4, മുക്കാലായിട്ട് മടക്കണം. എങ്കിലും ഇതിൻ്റെ അകത്ത് കയറത്തുള്ളൂ. കറക്റ്റ് ഇതേ അളവ് ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്താൽ ഇലാസ്റ്റിക് അകത്ത് കൂടി കയറ്റി വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചതിന് ശേഷം കാണിച്ചു. അപ്പോൾ അടിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ ഒന്ന് കുറച്ച് ഭാഗം എവിടെയെങ്കിലും ഒന്ന് ശകലം ഒന്ന് ഗ്യാപ്പ് ഇട്ടേക്കണം നമുക്ക് ഇലാസ്റ്റിക് അകത്ത് കയറ്റാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചിട്ട് വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം എത്രയാണെന്ന് നമുക്ക് എത്രയാണോ ഹിപ്പ് വേണം അതിൽ നിന്ന് 3-4 ഇഞ്ച് കുറയ്ക്കണം. അപ്പം നമുക്കിവിടെ ഹിപ്പ് എന്ന് പറയുന്നത് 36ആണ്. നമ്മൾ ഇങ്ങനെ എടുക്കണം. 36 വരെ എടുത്തതിന് ശേഷം അതിൽ നിന്നൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറയ്ക്കണം. അപ്പം ഞാനൊരു 4 ഇഞ്ചാണ് കുറയ്ക്കുന്നത് കേട്ടോ. ഒരു 33ഓളം ഞാൻ എടുക്കുന്നുണ്ട്. 36 ഇതാണ്. ഇതിൽ നിന്ന് 1, 2, 3, 4 ഇഞ്ച് 32ലാണ് ഇലാസ്റ്റിക് വെട്ടേണ്ടത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ 33ൽ കട്ട് ചെയ്താലും മതി. ഞാൻ 32 ഇഞ്ച് വെച്ചിട്ടാണ് ഈ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് മടക്കി അടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതായത് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അളന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം 1 ഇഞ്ച് അളന്ന് മടക്കുക, പിന്നെ 1 ഇഞ്ചും കൂടെ. നിങ്ങൾ 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിലാണ് ഞാൻ 1 ഇഞ്ച് മടക്കാൻ മതി. നിങ്ങൾ 1 ഇഞ്ചിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം നിങ്ങളതനുസരിച്ച് വേണം തയ്യൽ തുമ്പ് ഇടാനായിട്ട്. അപ്പോൾ 1.25 ഇങ്ങനെ മടക്കി വരുമ്പോൾ 1.25 വരണം. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? കണ്ടോ, ഞാൻ ഇപ്പോൾ മടക്കിയത് 1 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ മടക്കി വരുമ്പോൾ 1.25 ഇഞ്ച് ഇവിടെ വരെ വരണം. മടക്കി വരുമ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മടക്കാൻ കേട്ടോ. അകത്ത് എത്ര മടക്കിയാലും നമ്മൾ പുറമേ ഇത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി മടക്കുന്നത് 1.25 ഇഞ്ച് വരണം 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ. എന്നിട്ട് ഞാൻ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഞാൻ നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് 3-4 ഇഞ്ച് കുറച്ച്. എനിക്ക് 36ആണ് വേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 4 ഇഞ്ച് കുറച്ച് 33 എടുത്തിട്ടുണ്ട് കേട്ടോ. 33 എടുത്ത് 3 അത് ഞാൻ വലിച്ച് പിടിച്ചിട്ട് വേണം അളക്കാൻ. മുപ്പത്തിരണ്ടര 33 ഉണ്ട് കേട്ടോ. അത് 33 ഉണ്ട്. 32 ആയാലും മതി. എനിക്ക് 33 ഉണ്ട്. ഞാൻ അളന്നത് 33 ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വലിച്ച് പിടിച്ച് അളക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 5 ഇഞ്ചൊന്നും കുറയ്ക്കേണ്ട. ഒരു 4 ഇഞ്ചോ ഒരു 3 ഇഞ്ചോ ഒക്കെ കുറച്ചാൽ മതിയാവും കേട്ടോ. ഇതാ കണ്ടോ 33 ഇഞ്ചുണ്ട് കണ്ടോ. അപ്പോൾ വലിച്ച് പിടിച്ചിട്ട് വേണം അളക്കാൻ കേട്ടോ. വലിച്ച് പിടിച്ചിട്ട് വേണം അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ഇത് 4 ഇഞ്ച് ഞാൻ കുറച്ചിട്ടുണ്ട്. 36 ഒരു 3 ഇഞ്ചോളം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ടൈറ്റ് വേണമെങ്കിൽ 1 ഇഞ്ചും കൂടെ കുറച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പിന്നെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ഗ്യാപ്പിൽ കൂടി കയറ്റി കൊടുക്കണം. ഈ ഗ്യാപ്പിൽ കൂടി ഫുൾ ഇങ്ങനെ കയറ്റിയതിന് ശേഷം 2 സൈഡും കയറ്റിയതിന് ശേഷം കാണിക്കാം. ഇത് ഇലാസ്റ്റിക് കയറ്റിയിട്ട് കൊണ്ട് 2 സൈഡും കയറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നൊന്ന് എടുത്തതിന് ശേഷം ഇത് ഇലാസ്റ്റിക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ ഒരുപാട് സ്റ്റിച്ച് ഇങ്ങനെ വിട്ടുപോകാത്ത രീതിയിൽ കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ടതിന് ശേഷം ഇതകത്തോട്ടാക്കി വെച്ചിട്ട് ഈ താഴ്ഭാഗം നമ്മൾ വിട്ടിട്ടില്ലേ ഇവിടെ, അത് ഈ ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ ചേർത്തടിക്കണം. ഇതിന് ശേഷം ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഇവിടെ ഇതിൻ്റെ മുകളിൽ കൂടി വലിച്ച് പിടിച്ചതിന് ശേഷം പിടിച്ച് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്, തെന്നിപ്പോയിരിക്കാൻ. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കും. കണ്ടോ, ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വരും. നല്ല നല്ല കംഫർട്ടാണ് കേട്ടോ. നമുക്കിത് ഇടാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഇതാണ്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും അല്ല പുറത്തൊക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ളതാണ്. അപ്പോൾ വീതിയൊക്കെ നമുക്ക് താഴെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വീതിയൊക്കെ എത്ര വേണം എടുക്കാം. കുറച്ചുകൂടെ വീതി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ അതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ലൊരു പാൻറ്റാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.